പ്രിയമുള്ള മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ് കേരള പാഠാവലി ചാപ്റ്റർ യൂണിറ്റ് 1 ചാപ്റ്റർ 3 മനസ്സിലെ കിളി എന്ന പാഠഭാഗവും അതിലെ ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ സാറ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മക്കൾ, ഈ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് പാഠഭാഗം നമ്മൾ പഠിച്ചാണ് അല്ലേ, പിക്ലുവിൻ്റെ കഥ. അപ്പോൾ നമുക്കിനി ഇതിലെ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? പൂന്തോട്ടത്തിൽ പിക്ലുവിനെ എതിരേറ്റത് ആരെല്ലാമായിരുന്നു? കുരുവി, വായാടിക്കിളി, ബുൾബുൾ, തത്ത തുടങ്ങിയ പലതരം പക്ഷികളാണ് പിക്ലുവിനെ എതിരേറ്റത്. അല്ല മക്കളെ? അടുത്ത ചോദ്യം, അടുത്ത ദിവസം അതിരാവിലെ പിക്ലു കണ്ട കാഴ്ച എന്തായിരുന്നു? ഒരു മൈന കൂട്ടിനകത്ത് കിടന്ന് പിടയ്ക്കുന്നതാണ് അടുത്ത ദിവസം അതിരാവിലെ പിക്ലു കണ്ടത്. ആ മൈനയുടെ ഒരു കാൽ ചങ്ങല കൊണ്ട് കെട്ടിയിരിക്കുന്നു. നമുക്ക് മൂന്നാമത്തെ ചോദ്യം, കൂട്ടിൽ കിടന്ന മൈനയെ പിക്ലു എന്താണ് ചെയ്തത്? പിക്ലു മൈനയുടെ കാലിലെ കെട്ടഴിച്ച് അതിന് കയ്യിലെടുത്ത് മൃദുവായി തലോടി. അതിനുശേഷം അവൻ അമ്മയെ വിളിച്ചു. അമ്മ പക്ഷിയുടെ മുറിവേറ്റ കാലിൽ കുറച്ചു തൈലം പുരട്ടി. അല്ലേ? ഇനി നമുക്ക്, എന്നാൽ പിക്ലു ദുഃഖിതനായിരുന്നു. കാരണം എന്ത്? എന്തായിരുന്നു അവൻ ദുഃഖിതനാവാൻ കാരണം? താൻ കൂട് തുറന്ന് പുറത്തുവിട്ട മൈന അതിന്റെ അമ്മയെ കണ്ടെത്തുമോ, അതിന് വീട്ടിലേക്കുള്ള വഴി അറിയുമോ എന്നെല്ലാം ഓർത്താണ് പിക്ലു ദുഃഖിതനായത്. അടുത്ത്, പിക്ലുവിന്റെ സന്തോഷാനുഭവം എന്തായിരുന്നു? പിക്ലു കൂട്ടിൽ നിന്ന് സ്വതന്ത്രയാക്കിയ മൈന അവളുടെ അമ്മയുമായി പൂമരക്കൊമ്പിലിരിക്കുന്നു. അത് കണ്ടപ്പോൾ അവന് സന്തോഷമായി. തന്റെ മനസ്സിലെ പക്ഷി പറന്നു എന്ന് പ്രകൃതിയിലെ പക്ഷിയെ കണ്ടുമുട്ടിയ സന്തോഷാനുഭവം പിക്ലുവിന് ഉണ്ടായി. ഓക്കെ, ഇനി കണ്ടെത്തി പറയാം. പിക്ലുവിന്റെ മനസ്സിലെ കിളി അശാന്തനായിരുന്നു എന്ന് പറയാനുള്ള കാരണം എന്താവാം? എന്താണ് മക്കളെ? കിളികളെ കാണാനും അവയുടെ ശബ്ദം കേൾക്കാനും പിക്ലുവിന് ഏറെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവധിക്കാലമായിരുന്നിട്ടും അവൻ അതിരാവിലെ ഉണർന്ന് പൂന്തോട്ടത്തിലേക്ക് പോയത്. എന്നാൽ പൂന്തോട്ടത്തിലെത്തിയ അവൻ കിളികളെയൊന്നും കണ്ടില്ല. അവന്റെ ചേട്ടൻ ഒരു മൈനയെ കൂട്ടിലിട്ട് അതിന്റെ കാൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. അതിന്റെ കരച്ചിൽ കേട്ടാണ് മറ്റു പക്ഷികളൊന്നും അവന്റെ പൂന്തോട്ടത്തിലേക്ക് വരായിരുന്നത്. ഇത് പിക്ലുവിന്റെ മനസ്സിനെ വേദനിപ്പിച്ചു. പിക്ലുവിന്റെ മനസ്സിലെ കിളി അശാന്തനായിരുന്നു എന്ന് പറഞ്ഞതിന് കാരണം ഇതായ അല്ലേ? അടുത്തത്, പിക്ലുവിന്റെ ചേട്ടൻ മൈനയെ പിടിച്ച് കൂട്ടിലാക്കി. പിക്ലു ചേട്ടനോട് ചോദിക്കുക പോലും ചെയ്യാതെ അതിന്റെ കെട്ടഴിച്ച് പുറത്തുവിട്ടു. അവൻ അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണ്? ആ മൈന വളരെ സങ്കടത്തിലാണെന്നും അത് തിന്നുന്നില്ലെന്നും പിക്ലു ശ്രദ്ധിച്ചു. അത് ഇടയ്ക്കിടെ ദയനീയമായി കരഞ്ഞുകൊണ്ടിരുന്നു. മൈനയുടെ കരച്ചിൽ കേട്ട് മറ്റു കിളികളൊന്നും പൂന്തോട്ടത്തിൽ വന്നില്ല. അതോടെ അവന് സങ്കടമായി. കിളികൾ വാനിൽ പറന്ന് നടക്കേണ്ടവയാണ് എന്ന് ബോധ്യമുള്ള കുട്ടിയാണ് പിക്ലു. അവയെ കൂട്ടിലിട്ട് വളർത്തുന്നതിനോട് അവന് യോജിപ്പില്ല. ഈ കാരണങ്ങൾ കൊണ്ടാണ് പിക്ലു ചേട്ടനോട് ചോദിക്കുക പോലും ചെയ്യാതെ അതിന്റെ കെട്ടഴിച്ച് പറത്തിവിട്ടത്. അല്ലേ? ഇനി അടുത്ത ചോദ്യം, പക്ഷികളെ ഇഷ്ടപ്പെടുന്ന പലരും അവരെ കൂട്ടിലടച്ച് വളർത്താറുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ചർച്ച ചെയ്യുക. എന്താണ് കൂട്ടിലിടുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണ്? യോജിക്കുന്നില്ല അല്ലെ? പക്ഷികളോടുള്ള സ്നേഹം പ്രകടമാക്കുന്നത് അവയെ കൂട്ടിലടച്ചിട്ടല്ല. പക്ഷികളും പ്രകൃതിയുടെ ഭാഗമാണ്. നമ്മളെപ്പോലെ തന്നെ സ്വാതന്ത്ര്യത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള അവകാശം അവയ്ക്കുണ്ട്. അവയെ കൂട്ടിലടയ്ക്കുമ്പോൾ മറ്റു പക്ഷികളോട് കൂട്ടുകൂടാനും സ്വതന്ത്രമായി പറക്കാനുമുള്ള അവസരം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പക്ഷികളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നാം അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തരുത് എന്ന് നമുക്ക് എഴുതാം. അടുത്തത്, പേരിനു പകരം പദം എഴുതാം. പിക്ലു അതിരാവിലെ തന്നെ ഉണർന്നു. പിക്ലു കണ്ണു തിരുമ്മിക്കൊണ്ട് പൂന്തോട്ടത്തിലിറങ്ങി. പൂന്തോട്ടത്തിലെത്തിയ പിക്ലു പക്ഷികളെ തിരിഞ്ഞു. പലതരം പക്ഷികളെ പിക്ലു കണ്ടു. ഓരോരുത്തരായി പിക്ലുവിനെ സന്തോഷപൂർവ്വം എതിരേറ്റു. ആ 2 മൈനുകൾ പിക്ലുവിന്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നുപോയി. പിക്ലു ആനത്തോടെ കൈകൊട്ടി. പിക്ലു അതിരാവിലെ തന്നെ ഉണർന്ന് അവന്റെ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് പൂന്തോട്ടത്തിലിറങ്ങി അവൻ പക്ഷികളെ തിരഞ്ഞു. ഇതേ മാതൃകയിൽ തുടർന്നുള്ള വാക്യങ്ങൾ മാറ്റി എഴുതിയപ്പോൾ ഉപയോഗിച്ച പദം ഏതാണ്?
ഇങ്ങനെ എഴുതിയപ്പോൾ ഉണ്ടായ വ്യത്യാസം എന്താണ്? ചർച്ച ചെയ്യുക. അല്ലേ? എന്താ മാറ്റം വന്നത്? പലതരം പക്ഷികളെ അവൻ കണ്ടു. ഓരോരുത്തരായി അവനെ സന്തോഷപൂർവ്വം എതിരേറ്റു. 2 മൈനകൾ അവന്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നുപോയി. അവൻ ആനന്ദത്തോടെ കൈകാട്ടി. മാറ്റി എഴുതിയപ്പോൾ പിക്കുലു എന്നതിന് പകരം അവൻ, അവനെ, അവന്റെ എന്നീ പദങ്ങളാണ് ഉപയോഗിച്ചത്. അത് വീണ്ടും വീണ്ടും എന്താണ് പിക്കുലു 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 എന്ന് ആവർത്തിച്ച് പറഞ്ഞില്ല, അല്ലെ? ഇങ്ങനെ എഴുതിയപ്പോൾ ഉണ്ടായ വ്യത്യാസം, ഇങ്ങനെ മാറ്റി എഴുതിയപ്പോൾ അർത്ഥത്തിന് വ്യത്യാസമൊന്നും വരുന്നില്ല. പിക്കുലു എന്ന പേരിന് പകരമാണ് അവൻ, അവനെ, അവന്റെ എന്നെല്ലാം പ്രയോഗിച്ചിരിക്കുന്നത്. പേര് ആവർത്തിക്കാതിരിക്കാൻ ഈ പ്രയോഗങ്ങൾ സഹായിക്കുന്നു, അല്ലെ? ഇനി വ്യത്യാസം തിരിച്ചറിയാം. പിക്കുലു ദുഃഖിതനായിരുന്നു, അമ്മ ദുഃഖിതയായിരുന്നു, അവർ ദുഃഖിതരായിരുന്നു. അടിവരയിട്ട പദങ്ങൾ വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ട്? ചർച്ച ചെയ്യുക. ഇത്തരത്തിൽ മാറ്റം വരുന്ന പദങ്ങൾ ഉൾക്കൊള്ളുന്ന കൂടുതൽ വാക്യങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. അല്ലെ? ദുഃഖിത ഒരാളാണ്, ഒരു ആണാണ്, അല്ലെ? ദുഃഖിതൻ. ദുഃഖിത അമ്മയാണ്, അല്ലെ? ദുഃഖിതൻ, ദുഃഖിത, ദുഃഖിതർ കുറെ പേരാണ്. എന്തെങ്ങനെ നമുക്ക് എഴുതാതെ? ദുഃഖിതനായിരുന്നു, ഇത് പുരുഷനെ സൂചിപ്പിക്കുന്നു. പിക്കുലു ആൺകുട്ടിയായതുകൊണ്ടാണ് ദുഃഖിതൻ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ദുഃഖിതയായിരുന്നു, ഇത് സ്ത്രീയെ സൂചിപ്പിക്കുന്നു. അമ്മ സ്ത്രീ ആയതുകൊണ്ട് ദുഃഖിത എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. ദുഃഖിതരായിരുന്നു പുരുഷന്മാരെയും സ്ത്രീകളെയും സൂചിപ്പിക്കുന്നു. കൂടുതൽ ആളുകളുള്ളിടത്താണ് ദുഃഖിതർ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്, അല്ലേ? ഇത്തരത്തിൽ വേറെ പദങ്ങൾ ഏതാണ്? പിക്കുലു അശാന്തനായിരുന്നു, അമ്മ അശാന്തയായിരുന്നു, അവർ അശാന്തരായിരുന്നു. ഇങ്ങനെ വേറെയും വാക്കുകൾ നമുക്ക് എഴുതാം. ഇനി ഉപന്യാസം തയ്യാറാക്കുക. വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ ഞാൻ ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ. ബാലാമണിയമ്മയുടെ കവിതയാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. കുമാരനാശാൻ പറഞ്ഞാണ്. മനസ്സിലെ കിളി എന്ന കഥ മുകളിൽ കൊടുത്തിട്ടുള്ള കവിതാശലങ്ങൾ എന്നിവ വിശകലനം ചെയ്ത് സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. സ്വാതന്ത്ര്യത്തെ കുറിക്കുന്ന കൂടുതൽ കവിതാ ഗാന ശകലങ്ങൾ കണ്ടെത്തി രചനയിൽ ഉൾപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിപ്പെഴുതണം. എങ്ങനെ എഴുതാം? സ്വാതന്ത്ര്യം പോലെ മഹത്തരമായത് മറ്റൊന്നും തന്നെയില്ല. ഭൂമിയിൽ ജനിക്കുന്ന ഏതൊരു ജീവിയുടെയും ജന്മാവകാശമാണ് സ്വാതന്ത്ര്യം എന്നത്. അത് നിഷേധിക്കാനുള്ള അവകാശം ആർക്കും തന്നെയില്ല. സ്വാതന്ത്ര്യത്തിന്റെ ആകാശത്തിലൂടെ പറന്നു നടക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. മനസ്സിലെ കിളി എന്ന കഥയിൽ പിക്കുലു എന്ന കുട്ടിയും മൈനയും നമ്മെ അത് ഓർമ്മപ്പെടുത്തുന്നു. കൂട്ടിൽ നിന്നെന്നെ വിട്ടയക്കുക, ഞാൻ ആകാശത്ത് പറന്നു നടക്കട്ടെ എന്നാണ് ബാലാമണിയമ്മ മണിയമ്മയുടെ കവിതയിലെ കിളി പറയുന്നത്. കൂട്ടിലടക്കപ്പെട്ട ഒരു കിളിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദാഹമാണ് ഈ വരികളിൽ പ്രകടമാകുന്നത്. ഭക്ഷണവും വെള്ളവും സംരക്ഷണവും ഒക്കെ കിട്ടിയാലും കൂട്ടിലടയ്ക്കുന്നതിലൂടെ കിളിയുടെ പറന്നടക്കാനുള്ള സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും നിഷേധിക്കുന്നു. മറ്റുള്ളവരുടെ അവകാശങ്ങൾ ലംഘിക്കാനും അവഗണിക്കാനും നമ്മുടെ സ്വാതന്ത്ര്യം നമ്മെ അനുവദിക്കുന്നില്ല. സ്വാതന്ത്ര്യം അമൃതന് തുല്യമാണ്. സ്വാതന്ത്ര്യമില്ലെങ്കിൽ ജീവിതമില്ല. സ്വാതന്ത്ര്യമില്ലാതാകുന്ന അവസ്ഥ മരണത്തെക്കാൾ ഭയാനകമാണെന്ന് കുമാരനാശാൻ തന്റെ വരികളിലൂടെ ചൂണ്ടിക്കാട്ടുന്നു. വ്യക്തികൾക്കും സമൂഹത്തിനും രാജ്യത്തിനും എന്ന പോലെ ഓരോ ജീവജാലങ്ങൾക്കും സ്വാതന്ത്ര്യം എന്നത് പ്രധാനമാണ്. നാം ഓരോരുത്തരും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുകയും അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാതിരിക്കുകയുമാണ് ചെയ്യേണ്ടതാണ്, അല്ലെ? ഇനി അടുത്തത് കഥാപാത്ര നിരൂപണം. ഈ കഥയിലെ പ്രധാന കഥാപാത്രമാണ് പിക്കു. അവന്റെ എന്തെല്ലാം സവിശേഷതകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്? പ്രായം, രൂപം, വേഷം, സ്വഭാവം, കിളികളോടുള്ള ഇടപെടൽ, പ്രകൃതി നിരീക്ഷണം പോലുള്ള സവിശേഷതകൾ, ഇതൊക്കെ വെച്ച് ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് കഥാപാത്ര നിരൂപണം തയ്യാറാക്കണം. ആരുടെ? പിക്കുലുവിന്റെ. എങ്ങനെ തയ്യാറാക്കാം? മനസ്സിലെ കിളി എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് പിക്കുലു. പക്ഷികളോടും പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങളോടും അതിയായ സ്നേഹവും അനുകമ്പയും നിറഞ്ഞതായിരുന്നു അവന്റെ പെരുമാറ്റം. പിക്കുലുവിന്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് പക്ഷികളെ നിരീക്ഷിക്കുകയും അവയെ ആഹ്ലാദത്തോടെ നോക്കിക്കാണുകയും ചെയ്യുന്നതിലൂടെയാണ്. അവൻ എന്നും രാവിലെ നേരത്തെ ഉണർന്ന് പൂന്തോട്ടത്തിലെത്തി കിളികളെ നിരീക്ഷിക്കും. അവ കലപില ശബ്ദത്തോടെ അവനെ എതിരേൽക്കും. കിളികളുടെ എണ്ണമെടുത്തും പൂക്കളെയും തേനീച്ചകളെയും കണ്ടും അവൻ ആനന്ദിക്കും. ഒരിക്കലൊരു മൈനയുടെ കരച്ചിൽ കേട്ടെത്തിയ പിക്കുലു കണ്ടത് അവന്റെ ചേട്ടനായ ടോട്ടൻ ഒരു മൈനയെ പിടിച്ച് കാലുകൾ കെട്ടി കൂട്ടിലടച്ചിരിക്കുന്നതാണ്. കിളികളെ കൂട്ടിലടച്ച് വളർത്തുന്നതിനോട് പിക്കുലുവിന് എതിർപ്പായിരുന്നു. മൈനയെ അവൻ സൂചിപ്പിക്കുകയും അമ്മയുടെ സഹായത്തോടെ അതിന്റെ മുറിവേറ്റ കാലിൽ കുഴമ്പ് പുരട്ടുകയും ചെയ്തു. മൈന അമ്മയെ കണ്ടെത്തുമോ വീട്ടിലെത്തുമോ എന്നെല്ലാം ഓർത്ത് ദുഃഖിതനായിരുന്നു പിക്കുലു. പിറ്റേന്ന് അതിനെ അമ്മയോടൊപ്പം കണ്ടപ്പോഴാണ് അവന് സന്തോഷമായത്. പിക്കുലുവിന്റെ പ്രകൃതിയോടും
സഹജീവികളോടുമുള്ള സ്നേഹവും കാരുണ്യവും എല്ലാം ഈ കഥയിൽ പ്രകടമാവുന്നുണ്ട്. അല്ലേ? ഓക്കെ. അപ്പൊ ഇനി അടുത്തത് സംഭാഷണം തയ്യാറാക്കി അഭിനയിക്കാനാണ്. മനസ്സിലെ കിളി എന്ന കഥയിലെ കഥാപാത്രങ്ങൾ നടത്താനായിട്ടുള്ള സംഭാഷണം എഴുതുക. ചെറുസംഘങ്ങളായി നാടക രൂപത്തിൽ അവതരിപ്പിക്കുക. പിന്നെ ഔചിത്യം കണ്ടെത്തുക. ഇപ്പൊ ഈ കഥയിൽ കഥാപാത്രങ്ങൾ നടത്താനുള്ള സംഭാഷണം എഴുതാൻ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതെങ്ങനെ എഴുതാം, സംഭാഷണം ഉണ്ടാക്കാം? ഇവിടെ ഒരു മാതൃക കൊടുത്തിട്ടുണ്ട് കേട്ടോ. എവിടെ പോയി എൻ്റെ ചിറകുള്ള ചങ്ങാതിമാർ? ഇവിടെ ഉണ്ടല്ലോ കുരുവി, വായാടിക്കിളി, ബുൾബുൾ, തത്ത എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ പക്ഷികൾ ഒന്നിച്ചു. സുപ്രഭാതം കൂട്ടുകാരെ, പിക്കലു ഇന്ന് അവധിയാണല്ലോ, നിങ്ങളോടൊപ്പം കൂടുതൽ സമയം ഓർത്തു. അപ്പൊ പിക്കലു ഒരു കിളിയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടല്ലോ. പിക്കുലു, അയ്യോ ഇതാരാ ഭാവമൗനിയെ കൂട്ടിലടച്ചത്? നിന്റെ ചേട്ടൻ. മൈന എനിക്ക് വേദനിക്കുന്നു, കെട്ടഴിച്ചു വിടാമോ? അല്ലേ? പിക്കുലു ദുഃഖത്തോടെ. മൈന അതിന്റെ അമ്മയെ കണ്ടെത്തുമോ? മൈന, പിക്കുലു അതാരാ എന്നെ പേരെടുത്ത് വിളിക്കുന്നത്? ആ, നീ ആയിരുന്നോ വിളിച്ചത്? എന്നെ കണ്ടെത്തിയല്ലോ. അങ്ങനെ ആ സംഭവം ഒരു സംഭാഷണം പോലെ, നാടകം പോലെ എഴുതിയിരിക്കണം കേട്ടോ. ഇനി അടുത്തത് ഇളം കാറ്റ് തെല്ലൊന്ന് തൊട്ടുവന്നാൽ എന്ന ശീർഷകം ഈ യൂണിറ്റിന് എത്രമാത്രം യോജിക്കുന്നു? ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങൾ ആശയങ്ങളുമായി ബന്ധപ്പെടുത്തി ശീർഷകത്തിന്റെ ഔചിത്യം പരിശോധിച്ച് കുറിക്കുന്നത്. അതായത് ഈ യൂണിറ്റിന്റെ പേര് ഇളം കാറ്റ് തെല്ലൊന്ന് തൊട്ടുവന്നാൽ എന്നാണ് അല്ലേ? അപ്പൊ ഇതിലെ പാഠഭാഗങ്ങളുമായി എന്ത് യോജിക്കുന്നു എന്നാണ് എഴുതേണ്ടത്. എന്ത് എഴുതാം നമുക്ക്? പ്രകൃതിയുടെ മനോഹാരിത കൊണ്ട് അനുഗ്രഹീതമായ നമ്മുടെ നാടിനെ കാണാനും അറിയാനും ആസ്വദിക്കാനും അവസരമൊരുക്കുകയാണ് ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങൾ. ഇളം കാറ്റ് നമ്മെ തൊട്ട് കടന്നു പോകുമ്പോഴുള്ള ഹൃദ്യമായ അനുഭവമാണ് ഓരോ പാഠഭാഗവും നൽകുന്നത്. ജി കുമാരപിള്ളയുടെ ഇലകൾ, മൂന്നാർ മലനിരകൾ, പ്രകൃതി ഒരുക്കുന്ന സുന്ദര കാഴ്ചകളെ വിവരിക്കുന്ന സുധകുമാരുടെ ലേഖനം, ഭൂമിക്ക് വേണ്ടിയുള്ള ലാവണ്യ ദൃശ്യോത്സവം, വള്ളത്തോളിൻ്റെ ഒരു ദിനാന്ത സഞ്ചാരം എന്ന കവിത, മനസ്സിലെ കിളി എന്ന കഥകൾ, ഇതെല്ലാം പ്രകൃതിയോടും ജീവജാലങ്ങളോടും കരുതലോടെയും സ്നേഹത്തോടെയും പെരുമാറാൻ പ്രേരിക്കുന്നവയാണ്. നമ്മുടെ കണ്ണിന് കുളിർമയാകാനും മനസ്സിന് സന്തോഷം പകരാനുമായി പ്രകൃതി ഒരുക്കുന്ന സുന്ദര ദൃശ്യങ്ങൾ കാട്ടിത്തരികയാണ് സുഗതകുമാരിയുടെ ലേഖനം. സന്ധ്യാസമയത്ത് പ്രകൃതിയുടെ മനോഹാരിതയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് ഒരു ദിനാന്ത സഞ്ചാരം എന്ന കവിത. പ്രകൃതിയെയും അതിലെ ജീവജാലങ്ങളെയും സ്വന്തമെന്ന് കരുതി സ്നേഹിക്കാനും കരുതലോടെ പരിപാലിക്കാനും മനസ്സുണ്ടാകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു മനസ്സിലെ കിളി എന്ന കഥ. ചുറ്റുപാടുകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനുള്ള പ്രചോദനമാണ് ഈ പാഠഭാഗങ്ങൾ നൽകുന്നത്. പൂക്കളും കിളികളും മരങ്ങളും മനുഷ്യരും എല്ലാം ചേർന്ന സുന്ദര ലോകം നമുക്ക് കാട്ടിത്തരുന്ന ഈ യൂണിറ്റിന് അനുയോജ്യമായ തലക്കെട്ടാണ് ഇളം കാറ്റ് തെല്ലൊന്ന് തൊട്ടുവന്നാൽ. ഓക്കെ, അപ്പോൾ എത്രയാണ് ഈ പാഠഭാഗത്തിലെ ചോദ്യങ്ങളും അതിലെ ആക്ടിവിറ്റീസും മറ്റുമൊക്കെ. അപ്പോൾ മക്കൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.